ഞാൻ ഈ വീഡിയോ എടുത്തിട്ട് 3 ആഴ്ചയിൽ കൂടുതലായി. അപ്പോൾ എനിക്ക് സൗണ്ട് കൊടുക്കാനൊന്നും പറ്റാഞ്ഞിട്ടാണ് ഇത് വീഡിയോ ഇടാതിരുന്നത്. ശ്വാസം മുട്ട്, ചുമ പ്രശ്നങ്ങൾ, തൊണ്ടയ്ക്കൊക്കെ പ്രശ്നങ്ങളായിപ്പോയി. ഞാനിപ്പം ആമസോണിൽ നിന്ന് വാങ്ങിച്ചൊരു സാധനമാണിത്. ഇപ്പോൾ ഇന്ന് കൊറിയർ, ഇന്നല്ല, 3 ആഴ്ച മുമ്പ് വന്ന് കൊറിയറിൽ വന്ന, ഇന്ന് സൗണ്ട് കൊടുക്കുന്നതാണെന്നേ ഉള്ളൂ. കൊറിയറിൽ വന്ന ഇതാണിത്, ചപ്പാത്തി മാറ്റായത്. അപ്പോൾ നിങ്ങൾ കൂടി അതൊന്ന് കാണിച്ചു തരാമെന്ന് കരുതി. അപ്പം നമ്മൾ അടുക്കളയിൽ കൗണ്ടർ ടോപ്പിലിട്ട് ഇത് നന്നായി വിരിച്ചിട്ടിട്ട് മാവ് കുഴയ്ക്കാനും പരത്താനും ഒക്കെ ഉപകരിക്കും. അതിനുവേണ്ടി ഞാൻ പ്രധാനമായിട്ടും വാങ്ങിച്ചതിനല്ല, ചപ്പാത്തി ഉരട്ടി മാവ് നനയ്ക്കാൻ വേണ്ടി തന്നെയാണ് ഇത് വാങ്ങിച്ചത്. അപ്പോൾ എന്താണ് നമുക്ക് നോക്കാം. ഉരട്ടിക്ക് മാവ് നനയ്ക്കുമ്പോൾ എപ്പോഴും എനിക്കത് ചൂടോടെ നനയ്ക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചൂടോടെ നമ്മൾ കൈ തൊടാൻ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. ചൂട് പോകുന്നവരെ കാത്തിരുന്ന മാവ് നല്ല കട്ടയായിപ്പോയി, ഇടയ്ക്കിടയ്ക്ക് കരട് പോലെ അങ്ങനെ വരും. അപ്പോൾ നമുക്കത് പരത്തുന്നതിന് ബുദ്ധിമുട്ടാവും. അപ്പോൾ ഇതാകുമ്പോഴത്തേനും അങ്ങനെയല്ല, മാവ് നനച്ച് ചൂടോടെ തന്നെ നമുക്ക് ഇതിനകത്ത് തട്ടിയിടാം. സിലിക്കോണാണിത്. സിലിക്കോണിൻ്റെ ആയതുകൊണ്ട് തന്നെ നമുക്ക് കയ്യിൽ പിടിക്കുന്നതിന് കുഴപ്പമില്ല. മാവ് തട്ടിയിട്ട് നമുക്കിത് ഇതിൽ വെച്ചിട്ട് തന്നെ ആ ഷീറ്റ് മടക്കിയിട്ട് തന്നെ നമുക്കത് കുഴച്ചുരുട്ടി എടുക്കാൻ പറ്റും. ഇങ്ങനെ ആക്കി എടുക്കാൻ പറ്റും. അതിനാണ് പ്രധാനമായിട്ട് ഇത് ഞാൻ വാങ്ങിച്ചത്. പിന്നെ ചപ്പാത്തി ഉരട്ടി പരത്താം, നമുക്ക് പല കയ്യിലെങ്കിൽ ഇതിൽ വെച്ചിട്ട് തന്നെ പരത്താനും പറ്റും. കൗണ്ടർ ടോപ്പൊക്കെ വൃത്തിയാക്കിയിട്ടിട്ട് പൊടിയോ വെള്ളമോ ഒന്നുമില്ല, നന്നായിട്ട് തുടച്ചിട്ട് അതിൽ ഇത് വിരിച്ചിട്ട് ചെയ്യാൻ പറ്റും. ഷീറ്റ് ഇട്ടിട്ട് ചെയ്യാൻ പറ്റും. ഞാൻ ഓർഡർ ചെയ്ത സാധനം തന്നെയാണ് വന്നിട്ടുള്ളത്. കളറും എല്ലാം അത് തന്നെയാണ് വന്നിട്ടുള്ളത്. എനിക്ക് തൊണ്ടയ്ക്ക് കുറച്ച് പ്രശ്നമായിട്ടാണ്, മാവ് തണ്ട് ഇതുപോലെ ഇട്ടിട്ട് കുഴച്ചെടുക്കാൻ പറ്റും. തൊണ്ടയ്ക്ക് പ്രശ്നമാണ്, ചുമയാണ്, ശ്വാസം മുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് സൗണ്ട് കൊടുക്കാൻ പറ്റാഞ്ഞിട്ടാണ് വീഡിയോ ഇത് ഇടാൻ പറ്റാതിരുന്നത്. വീഡിയോ എടുത്തിട്ട് കുറച്ച് നാളായി, 3 ആഴ്ച കൂടുതലായി വീഡിയോ എടുത്തിട്ട്. അപ്പോൾ ഇത് എനിക്ക് കുറച്ച് നാളായിട്ട് വിചാരിക്കുന്നുണ്ട് ഇങ്ങനെ ഉരട്ടിക്ക് മാവ് നനയ്ക്കുമ്പം. പ്രധാനമായിട്ട് ഉരട്ടിയിടതാണ്. അപ്പോൾ ഉരട്ടി ഉണ്ടാക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം എന്തായിരുന്നാലും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. പ്രത്യേകിച്ചൊന്നുമില്ല. ഇതിൻ്റെ അളവ് എന്തൊക്കെയാണ് ഈ റൗണ്ട് കൊടുത്തിട്ട് അതൊന്നും എനിക്ക് അത്ര പിടിയില്ല. അതിനെക്കുറിച്ചൊന്നും കൂടുതലായിട്ട് എനിക്കെന്താ അറിയത്തില്ല. എന്തായാലും നല്ല സാധനമാണ്. ഞാനത് ഉപയോഗിച്ചിട്ട് നിങ്ങൾ അന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക് എന്തായിരുന്നാലും. തൊണ്ടയ്ക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എനിക്ക്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. വീണ്ടും നല്ല നല്ല വീഡിയോ ആയിട്ടൊക്കെ വീണ്ടും കാണാം. നമ്മളിത് ഉപയോഗിച്ചതിന് ശേഷം ക്ലീൻ ചെയ്യാനും എളുപ്പം കേട്ടോ. നന്നായിട്ട് വാഷ് ചെയ്യാനൊക്കെ പെട്ടെന്ന് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീണ്ടും കാണാം. നല്ല നല്ല വീഡിയോ ആയിട്ടൊക്കെ വീണ്ടും കാണാം. കുറച്ചൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ.